ഹായ് എവറി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഒന്ന് മാക് അഡ്രസ്സും അതുപോലെ തന്നെ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സോ ബിഫോർ ദാറ്റ് ഐ വാണ്ട് ടു സേ വൺ തിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ തിയററ്റിക്കൽ ഏരിയാസ് മാത്രമാണ് മെയിൻലി കവറപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിയറി ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലേക്ക് എത്തും. ബട്ട് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് എത്താൻ പോവാണ്. ഏകദേശം കുറച്ചും കൂടി വീഡിയോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് എത്തും. അതുവരെ തിയറി മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തിയറി ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ബേസിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഒരു പ്ലേലിസ്റ്റ് ചെയ്തത്. അപ്പോൾ തിയറി നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. തിയറി പഠിക്കാതെ നമുക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കൂടാത്തതിന് തന്നെ എല്ലാ തിയറീസും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കവറപ്പ് ചെയ്യില്ല. മെയിൻലി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക് അഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് മാക് അഡ്രസ്സ്? നമ്മൾ ഒരുവിധം കേട്ടിട്ടുള്ള ഒരു ടേമാണ് മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. ബട്ട് എന്നാലും പലർക്കും അതിൽ പല ഡൗട്ടുകളുണ്ട്. മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു മാക് അഡ്രസ്സാണ് ഒരു സിസ്റ്റത്തിന് ഉണ്ടാവുക, അതുകൂടാതെ തന്നെ ഇത് ചേഞ്ച് ആവില്ല. അങ്ങനെ ഒരുപാട് ധാരണകൾ മാക് അഡ്രസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ്ലി മാക് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഇത് IP അഡ്രസ്സ് പോലെയല്ല, ഇതിനെ ഫിസിക്കൽ അഡ്രസ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് IP അഡ്രസ്സുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ജസ്റ്റ് നമ്പർ ആൻഡ് ആൽഫബറ്റ് മിക്സ്ഡ് ആയിട്ടാണ് ഈ അഡ്രസ്സ് വരുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് IP അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ. സോ ബേസിക്കലി മാക് അഡ്രസ്സ് ഈസ് എ ഫിസിക്കൽ അഡ്രസ്സ്, ഒരു ഫിസിക്കൽ അഡ്രസ്സാണ്. ഇനിയുള്ള അടുത്ത ഡൗട്ട് എന്ന് വെച്ചാൽ മാക് അഡ്രസ്സ് എന്തിനാണെന്നുള്ളതാണ്. IP അഡ്രസ്സ് പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ആ മെസ്സേജ് കറക്റ്റ് റിസീവറിലേക്ക് എത്തണമെങ്കിൽ ഒരു IP അഡ്രസ്സ് വേണം, ഒരു അഡ്രസ്സ് വേണം അല്ലേ. നമ്മളൊരു കത്ത് അയക്കുമ്പോൾ അത് റിസീവറിലേക്ക് എത്തണമെങ്കിൽ ഒരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് ബേസിലാണ് റിസീവറിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. ബട്ട് മാക് അഡ്രസ്സിനകത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കത്ത് അയക്കുമ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുത്ത് അത് റിസീവറിലേക്ക് എത്തുന്നു അല്ലേ, അല്ലെങ്കിൽ ആരുടെയാണ് വീട് ആ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ നിന്ന് ആ വീട്ടിൽ ഒരുപാട് പേരുണ്ടാവും അല്ലേ, അതിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു റിസീവറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? മെയിൻലി ബിക്കോസ് ഓഫ് ആ ഒരു ലെറ്ററിൽ എന്തുണ്ടാവും, ആർക്കാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അയാളുടെ പേരുണ്ടാവും. ആ പേര് ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ആ വീട്ടിൽ 5 ആൾക്കാരുണ്ടെങ്കിലും അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു കത്ത് എത്തുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് മാക് ഇവിടെ ആക്ട് ചെയ്യുന്നത്. IP അഡ്രസ്സ് എന്ന് പറയുന്നത് അഡ്രസ്സാണെങ്കിൽ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് വെച്ചാൽ എക്സാക്റ്റ് ആ പേഴ്സൻ്റെ പേര് എന്നുള്ളത് പോലെയാണ്. മനസ്സിലായില്ലേ? കത്ത് ഒരു പ്രോപ്പർ പ്ലേസിലെത്തുന്നു, അത് ആ പ്ലേസിലെത്തുന്നത് വരെ അഡ്രസ്സിൻ്റെ യൂസാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ IP അഡ്രസ്സിൻ്റെ യൂസാണ് ഉണ്ടാവുക. അതിൽ നിന്ന് കറക്റ്റ് ആ പേഴ്സണിലേക്ക് ആ സാധനം എത്തണമെങ്കിൽ ആ ഒരു നെയിം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കറക്റ്റ് പേഴ്സണിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് മാക് അഡ്രസ്സിൻ്റെ കേസിലും ആ കറക്റ്റ് ഡിവൈസ് ഫൈൻഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് മാക് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ IP അഡ്രസ്സും അവിടുത്തെ ആ ലൊക്കേഷനത്തെ കറക്റ്റ് ഡിവൈസ് ഫൈൻഡ് ചെയ്യാൻ മാക് അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മാക് അഡ്രസ്സ് ഉണ്ടാവും എന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്. സിസ്റ്റത്തിനകത്ത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. ഓക്കെ, നിങ്ങൾ പണ്ടുള്ള കമ്പ്യൂട്ടേഴ്സിൽ കണ്ടിട്ടുണ്ടോ, നമുക്ക് വൈഫൈ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനകത്ത് വൈഫൈൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഇല്ലായിരുന്നു. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു സിസ്റ്റത്തിനകത്ത് വൈഫൈയും അതേപോലെ തന്നെ ബ്ലൂടൂത്തും അതുപോലെ തന്നെ എതർനെറ്റ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സിസ്റ്റത്തിൻ്റെ അകത്തും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഇല്ലാണ്ട് നമുക്ക് ഒരു പർപ്പസും നടക്കില്ല. ക്ലിയർ? അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റത്തിനകത്ത് വൈഫൈ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വൈഫൈ കണക്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എൻ്റെ സിസ്റ്റത്തിനകത്ത് എതർനെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എതർനെറ്റ് കണക്ട് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റത്തിനകത്ത് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, NIC കാർഡ് ഉണ്ട്. ബ്ലൂടൂത്തിന് NIC ഉണ്ട്, അതേപോലെ തന്നെ വൈഫൈക്ക് NIC ഉണ്ട്, അതുപോലെ തന്നെ എതർനെറ്റിന് NIC ഉണ്ട്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അതൊരു ഫിസിക്കൽ സാധനമാണ്, ഹാർഡ്വെയറിനുള്ളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സാധനം ഓരോ NICക്കും ഓരോ മാക് അഡ്രസ്സ് ഉണ്ടാവും. മനസ്സിലായോ? ഓരോ NICക്കും ഓരോ മാക് അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ വൈഫൈ വഴിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വൈഫൈക്ക് ഒരു NIC ആണ്, ആ NICക്ക് ഒരു മാക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബ്ലൂടൂത്തിന് ഒരു NIC ഉണ്ടെങ്കിൽ ആ ബ്ലൂടൂത്തിന് എന്തുണ്ട്, ഒരു മാക് അഡ്രസ്സ് ഉണ്ട്. അതേപോലെ തന്നെ എതർനെറ്റിന് ഒരു NIC ഉണ്ട്, ആ NICക്ക് എന്തുണ്ട്, ഒരു മാക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടലി 3 മാക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മാക് അഡ്രസ്സ് അല്ല ഉണ്ടാവുക, ഡിഫറൻ്റ് ആയിട്ടുള്ള മാക് അഡ്രസ്സുകൾ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒറ്റ മാക് അഡ്രസ്സ് ഒരു സിസ്റ്റത്തിന് മാത്രമായിട്ട് ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ മാക് അഡ്രസ്സ് ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാവും.
സോ ഇതാണ് ബേസിക്കലി ഒരു മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അഡ്രസ്സാണ്. എക്സാക്ട് ലൊക്കേഷൻ IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ എക്സാക്ട് ലൊക്കേഷനിലുള്ള ആ ഡിവൈസിനെയാണ് കണ്ടുപിടിക്കാൻ മാക് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മുടെ വൈഫൈയിലേക്ക് ആ സാധനം എത്തുന്നു. വൈഫൈയിൽ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാരൻസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് എങ്ങനെയാണ് ആ മെസ്സേജ് റിസീവ് ആകുന്നത് ബേസ്ഡ് ഓൺ ദ മാക് അഡ്രസ്സാണ്. ഓക്കെ, സോ ഇതാണ് സിംപ്ലി മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വിൻഡോസ് സിസ്റ്റമാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾക്കൊരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്ത് കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു OS നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുവിധം സിസ്റ്റത്തിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിർച്വലൈസേഷൻ എന്ന് പറയുന്ന സാധനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ബാക്കി 2 ടോപ്പിക്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ വെച്ചാൽ ഹൈപ്പർവൈസർ ആൻഡ് വിർച്വൽ മെഷീൻ. അപ്പോൾ ഹൈപ്പർവൈസർ എന്താണെന്ന് വിർച്വൽ മെഷീൻ എന്താണെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഒരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഒരു ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഹൈപ്പർവൈസറിനകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. ആക്ച്വലി ചുമ്മാ ഒരു സിസ്റ്റത്തിനകത്ത് കയറിയിട്ട് നമുക്ക് വേറെ OS ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ സിസ്റ്റം ഒരു വിൻഡോസ് സിസ്റ്റം ആണെങ്കിൽ ആ വിൻഡോസിനകത്ത് ഒരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനൊരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് എക്സൽ കാര്യങ്ങൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്, പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മൈക്രോസോഫ്റ്റ് തരുന്ന സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഹൈപ്പർവൈസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വിൻഡോസിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈപ്പർവൈസറിന് ഒരു എക്സാമ്പിളാണ് വിർച്വൽ മെഷീന്, VMware ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഹൈപ്പർവൈസർ വെച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിർച്വലൈസേഷൻ എന്താണെന്ന് പഠിച്ചു, ഹൈപ്പർവൈസർ എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിർച്വൽ മെഷീനാണ്. ഹൈപ്പർവൈസറിനകത്താണ് നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കാലി ലിനക്സ് നമുക്ക് ഹൈപ്പർവൈസറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഹൈപ്പർവൈസറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഹൈപ്പർവൈസറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ ഉബുണ്ടുവും കാലി ലിനക്സും നിങ്ങൾ ഹൈപ്പർവൈസർ വഴി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉബുണ്ടും കാലി ലിനക്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വിർച്വൽ മെഷീൻ എന്ന് വിളിക്കാം. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ OS ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പ് വേണം. ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് ഹൈപ്പർവൈസർ എന്ന് വിളിക്കാം. ആ ഹൈപ്പർവൈസറിനകത്താണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വിർച്വൽ മെഷീൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഉബുണ്ടു, കാലി ലിനക്സ് ഇതൊക്കെ നിങ്ങൾ ഹൈപ്പർവൈസറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഉബുണ്ടുവിനും കാലി ലിനക്സിനും നമുക്ക് വിർച്വൽ മെഷീൻസ് എന്ന് വിളിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.